ശ്രീപത്മനാഭൻ, എന്തായാലും മലയാളത്തിലെ ചില മാധ്യമങ്ങളും അതുപോലെ ചില രാഷ്ട്രീയ പാർട്ടികളും ഒന്ന് കൊത്തി നോക്കി, പക്ഷേ ഒത്തില്ല അല്ലേ? അത് തീർച്ചയായും ഈ കേസ് കേന്ദ്ര സർക്കാരിനെതിരെ ഒരായുധമാക്കാനുള്ള ശ്രമം നടന്നില്ലേ? ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ നോക്കൂ, എല്ലാവരും നിശബ്ദരാണ്. ഈ ഡയറി കുറിപ്പ് പുറത്തു വന്നു, അതിലെ ഉള്ളടക്കം പുറത്തു വന്നതോടുകൂടി ആ വിമർശനങ്ങൾ എല്ലാം ഒന്നുമല്ലാതായിരിക്കുന്നു. ആ വിമർശനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പിന്തിരിഞ്ഞ് ഓടിയ ഒരവസ്ഥയാണുള്ളത്. അല്ല, ഈ പ്രശ്നത്തിൽ അനാവശ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയ രാഷ്ട്രീയക്കാരും ചില മാധ്യമ പ്രവർത്തകരുമാണ് ഈ വിഷയം ഇത്ര മോശമാക്കിയത്. റോയ് ആത്മഹത്യ ചെയ്ത ഉടനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ആത്മരോഷത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി ഇൻകം ടാക്സ് റെയ്ഡിനെതിരെ സൂയിസൈഡ് ചെയ്യുമ്പോൾ കാരണം എന്തോ ആയിക്കോട്ടെ, അവർക്ക് ആ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു വിദ്വേഷം തോന്നും, ഒരു ആത്മരോഷം തോന്നും. അത് സ്വാഭാവികമാണ്. നമ്മളത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അത് പറഞ്ഞ ഉടനെ ഇവിടത്തെ കുറേ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ കുറേ മാധ്യമ പ്രവർത്തകർ എന്താ പറഞ്ഞത്? EDI ഇൻകം ടാക്സിനെ ഉപയോഗിച്ച് ആളുകളെ ഉപദ്രവിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന പോലെ വ്യവസായികളെയും മറ്റും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത എന്തൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ED നടപടിയെടുത്ത ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്തോ? ജയിലിൽ പോയി കിടന്ന അരവിന്ദ് കെജ്രിവാൾ ആത്മഹത്യ ചെയ്തോ? മനീഷ് സിസോഡിയ ആത്മഹത്യ ചെയ്തോ? ആ ചിദംബരം ആത്മഹത്യ ചെയ്തോ? ഇവരൊന്നും ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഇവരൊന്നും ആത്മഹത്യ ചെയ്യാത്തത് ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വീക്ക് ആയ ഒരു സ്വാധീനമില്ലാത്ത ഒരു ശേഷിയില്ലാത്ത മനുഷ്യനല്ലല്ലോ. വലിയൊരു ബിസിനസ് സാമ്രാജ്യം സ്വന്തം നിലയിൽ കെട്ടിപ്പടുത്ത ആളല്ലേ. ഇവരെ പോലൊക്കെ തന്നെ കഴിവും പ്രാപ്തിയുള്ള ഒരാളല്ലേ. എന്നിട്ട് അവരൊന്നും ആത്മഹത്യ ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇവരെങ്ങനെയാണ് പറയുക? അപ്പോൾ ഈ ചില രാഷ്ട്രീയ പാർട്ടികൾ എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദിയെ കുറ്റം കണ്ടെത്താൻ ഒരു താല്പര്യമുള്ള കുറച്ച് രാഷ്ട്രീയക്കാരും, എല്ലാവരും ഇല്ല, കുറച്ച് രാഷ്ട്രീയക്കാരും ഈ കുറച്ച് മാധ്യമ പ്രവർത്തകരുമാണ് ഇത് വഷളാക്കിയത്. അനാവശ്യമായി അന്ന് വൈകുന്നേരം, അന്ന് രാത്രി ടെലിവിഷനിൽ ചർച്ച ചെയ്യാൻ ഒരു വിഷയം കിട്ടണമല്ലോ, അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു അനാവശ്യമായ ഒരു ചർച്ചയായിരുന്നു അത്. അത് ഒരു 10 ദിവസം കാത്തു നിന്നാൽ കർണാടക പോലീസ് ഒന്ന് അന്വേഷിച്ചോട്ടെ. കർണാടക ഭരിക്കുന്ന BJP അല്ലല്ലോ, നരേന്ദ്രമോദിൻ്റെ ആളും അല്ലല്ലോ. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് പുറത്തു കൊണ്ടുവരില്ലേ? തീർച്ചയായിട്ടും. അപ്പം അതുപോലും സ്വന്തം പോലീസിനെ പോലും ഇവർക്ക് വിശ്വാസമില്ല. അപ്പോഴേക്കും ചാടി വീണ് എന്തൊക്കെയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. അപ്പോൾ ഇവരാണിത് വഷളാക്കിയത്. ഇപ്പോൾ അവർക്ക് വായ തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇനിയിപ്പോൾ നാളത്തെ അന്വേഷണത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പുറത്തു വന്നാൽ അത് നമുക്ക് കാത്തിരിക്കണം. നമ്മൾ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങി, മരണം കഴിഞ്ഞ് അന്വേഷണം തുടങ്ങുമ്പോഴേക്കും ഈ എല്ലാവരും കയറി ഇതിന് വിധി പറയാൻ പോയാൽ ഉണ്ടാവുന്ന ഒരു 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 തകരാറാണത്. മാധ്യമ വിചാരണ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ അവരുടെ സ്വന്തമായ അഭിപ്രായവും കാര്യങ്ങളുമൊക്കെ ഒരു അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറയും. എന്നിട്ട് പിന്നെ അത് വിഴുങ്ങേണ്ടി വരും. അതിലൊന്നും അവർക്ക് യാതൊരു വിഷമവുമില്ല. പിന്നെ അത് അവരങ്ങ് മറക്കും. അതങ്ങനെയല്ലേ പറഞ്ഞത്. ഇപ്പം ഇതൊക്കെ സത്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ഇങ്ങനെ അനാവശ്യമായ അഭിപ്രായം പറയരുത്. ഒരു മനുഷ്യജീവനാണ് പോയിരിക്കുന്നത്. പല കാര്യങ്ങളും ഉണ്ടാവും. ഒരു പക്ഷേ അങ്ങോർക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാവും. ഒരു പക്ഷേ അങ്ങോർക്ക് അറിഞ്ഞോ അറിയാതെയോ നിയമവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭയന്നിട്ടായിരിക്കാം. അതല്ലെങ്കിൽ മറ്റു എന്തുമാവാം, പേഴ്സണലായിട്ട് എന്ത് പ്രോബ്ലവും ആവാം. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതും പറ്റാത്തതുമാവും. ചിലതൊന്നും പറ്റിയെന്നും വരില്ല. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അങ്ങോരെ കണ്ടാലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലുള്ളതുമാവാം. അപ്പോൾ ദയവ് ചെയ്ത് ഈ എല്ലാത്തിലും കയറി, ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് സുപ്രീം കോടതിയിൽ 4 ന്യായാധിപന്മാർ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയവരുടെ പ്രതിപക്ഷങ്ങൾ ആഘോഷിക്കാൻ പോയി. അന്ന് നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മെച്യൂരിറ്റി ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇടപെടണ്ടെന്ന്. അതാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും മറ്റു കാര്യങ്ങളും നോക്കിക്കൊള്ളുന്നു. നിങ്ങൾ ഈ എല്ലാത്തിനും കയറി അനാവശ്യമായി ഒരു കൃത്യമായ വിവരം കിട്ടുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും ചെയ്യാനുള്ളത്. ഓക്കെ, എന്തായാലും കർണാടക പോലീസിന്റെ SIT അന്വേഷിക്കട്ടെ, സത്യം ഒരു കാര്യം കൂടി പുറത്തു വരട്ടെ. സാർ പറയൂ. ധർമ്മസ്ഥലയിൽ സംഭവിച്ചതുപോലെ തന്നെ
ധർമ്മസ്ഥലയിൽ എന്തെല്ലാം സംഭവിച്ചു, അതെ എന്തെല്ലാം പ്രഖ്യാപനങ്ങളും എന്തെല്ലാം ചാട്ടവും ഓട്ടവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് സത്യം. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്നല്ല ഏത് മേഖലയിലും സുതാര്യതയും അച്ചടക്കവും പുലർത്തിയില്ലെങ്കിൽ എത്ര വലിയ കൊമ്പനായാലും വീണും. ഡോക്ടർ CJ റോയിയുടെ ദുരൂഹമായ ആത്മഹത്യയിൽ നിന്നും ഇതുപോലുള്ള പല പാഠങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു.